ബാറ്റ്മാൻ്റെ ചെറുപ്പം മുതൽ തന്നെ വളർത്തി പുള്ളിക്ക് ആവശ്യമുള്ള ഗൈഡൻസും അത്യാവശ്യം പുള്ളിയുടെ മാർഷൽ ആർട്ട് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും മെൻറ്ററായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ആൽഫ്രഡ്. ബാറ്റ്മാൻ്റെ തന്നെ ഒരു ഫാദർ ഫിഗറാണ് ഈ ആൽഫ്രഡ്. അങ്ങനെയുള്ള ഈ ആൽഫ്രഡ് നമ്മുടെ ബാറ്റ്മാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നോക്കി നിൽക്കും തോന്നുന്നുണ്ടോ? അതിനിപ്പോൾ എത്ര പവറുള്ള ഒരാളാണെങ്കിലും. ആക്ച്വലി ഇൻജസ്റ്റിസ് കോമിക്സിൽ നമ്മുടെ സൂപ്പർമാൻ വന്നിട്ട് ബാറ്റ്മാൻ്റെ നടു തന്നെ തല്ലി ഒടിക്കുന്നൊരു സീനുണ്ട്. ആ ടൈമിൽ ബാറ്റ്മാൻ സൂപ്പർ ഹ്യൂമൻ പില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും സൂപ്പർമാനെ എതിർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, പുള്ളി അത് എടുക്കത്തില്ല എന്നുള്ള രീതിക്കായിരിക്കും ബാറ്റ്മാൻ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ സൂപ്പർമാൻ ഈ ബാറ്റ്മാനെ ഈ ചവിട്ടി കൂടുന്ന കണ്ടിട്ട് ആ സൂപ്പർ ഹ്യൂമൻ പില്ല് ആ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ നമ്മുടെ ആൽഫ്രഡ് എടുക്കും. എന്നിട്ട് ഐ എം നോട്ട് ഇംപ്രസീവ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർമാനെ തന്നെ ഒരേറ്റ കുത്ത് മൂക്കിനിട്ടിട്ട് സൂപ്പർമാൻ്റെ മൂക്കിനൊക്കെ ടാപ്പ് തുറന്നിട്ട് പോലെ ചോര വരികയാണ്. അങ്ങനെ സൂപ്പർമാനെ തന്നെ തൂക്കിയെടുത്തിട്ട് അടിച്ചിട്ട് ബാറ്റ്മാനും കൊണ്ട് അവിടുന്ന് പോകും. അതായത് സൂപ്പർമാൻ ആ പവർ ഉണ്ടെങ്കിലേ പുള്ളിയെ കൊണ്ട് കാര്യമുള്ളൂ. സൂപ്പർമാന് ഈക്വൽ പവേഴ്സ് ഉള്ള ഒരാളാണ് സൂപ്പർമാൻ്റെ പവേഴ്സ് ഉള്ളതെങ്കിൽ സൂപ്പർമാന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബാറ്റ്മാനൊക്കെ ഇപ്പോൾ സൂപ്പർമാൻ്റെ പവേഴ്സ് ഉണ്ടായിട്ട് ബാറ്റ്മാൻ സൂപ്പർമാൻ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ സൂപ്പർമാൻ ജയിക്കാൻ പറ്റില്ല. കാരണം ബാറ്റ്മാൻ അത്രയ്ക്കും ഫൈറ്റിംഗ് സ്കിൽസ് അറിയാം.